ഇന്ന് രാവിലെയാണ് കോട്ടയത്തു നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തി പ്രതിയായിട്ടുള്ള അമിത്തിനെ ഈ കാണുന്ന ബിൽഡിങ്ങിന് മുകളിൽ നിന്നും അവിടെ അവരുടെ സുഹൃത്തുക്കളായിട്ടുള്ള ചിലർക്കൊപ്പം അസം സ്വദേശികളാണ് അവർക്കൊപ്പം താമസിക്കുകയായിരുന്നു. അവിടെ നിന്നും പോലീസ് ഈ വഴി നമ്മളെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ തന്നെ ഇതുവഴിയാണ് അയാളെ ഇറക്കി കൊണ്ടുവച്ചത്. നമുക്ക് ഈ ബിൽഡിങ്ങിന്റെ ഉടമയുടെ സഹോദരൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇതിപ്പോ നിങ്ങൾ രാവിലെയാണോ ഈ സംഭവം അറിയുന്നത്? അതെ അതെ അതെ. എന്തായാലും പോലീസുകാർ വന്ന് നിങ്ങളോട് ചോദിക്കാതെ നിങ്ങൾ കാണുകയായിരുന്നു? ഞാൻ പുറത്തിറങ്ങി നടക്കാൻ പോകുന്ന സമയത്ത് പുറത്തിറങ്ങിയ ടൈമിൽ ഇവിടെ 2-3 പേര് നിൽക്കണ്ടായിരുന്നു. ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ സംഭവമുണ്ട്, അവിടെ കോട്ടയത്തിൽ കൊലപാതകത്തിൽ പ്രതിന്റെ മുകളിലുണ്ട്. അങ്ങനെ അപ്പോഴേക്കും ജനങ്ങൾ കുറച്ച് തടിച്ചുകൂടി. അങ്ങനെ ഞാൻ അറിഞ്ഞത്. എപ്പോഴാണ് ഈ പ്രതി ഇവിടെ എത്തി? നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? ഇന്നലെ രാത്രി എത്തിയെന്നാ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ താമസിച്ചത്, അതായത് ഇവിടെ താമസിക്കുന്ന ആളുകളുണ്ടല്ലോ, 3 ആൾ താമസിക്കുന്നുണ്ടാവുന്ന, അവരാരാണ്? ഇവിടെ എന്ത് ചെയ്യുന്നവരാണ്? അത് അല്ല, അതിൽ ഒരാൾ ഈ പ്രതിയുടെ കൂട്ടുകാരനാണ്. അവർ 3 പേരും ആസാം സ്വദേശികളാണ്. അവരുടെ കോഴി ഫാമിൽ ജോലി ചെയ്യുന്ന ആളുകളായി 3 പേര് താമസിച്ചിരുന്നു ഇവിടെ. അത് കുറച്ചാളായിട്ട് ഇവിടെ ഇവര് താമസിക്കുന്നുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. അവർ ഭംഗിയായിട്ട് താമസിക്കുന്നുണ്ട്, കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഈ പോലീസ് ഇവിടെ സമീപത്തെ വീടുകളിൽ വന്ന് അന്വേഷിക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നു? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പോലീസിന് വിവരം എങ്ങനെ ലഭിച്ചു എന്നാണ് നിങ്ങൾ അറിയുന്നത്? അതായത് ഞാൻ അറിഞ്ഞത്, ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് പോയിട്ട് ഇറങ്ങുമ്പോഴാണ് ഞാൻ ഇവിടെ ഇങ്ങനെ കാണേണ്ടത്. അപ്പൊ അന്വേഷിച്ച് പറഞ്ഞത് പോലീസിന് ഈ ലൊക്കേഷൻ കിട്ടിയിരുന്നു. ഈ 100 മീറ്റർ പരിധിക്കുള്ളിൽ പ്രതി ഉണ്ട് എന്നുള്ള ലൊക്കേഷൻ പോലീസിന് നേരത്തെ കിട്ടിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെയൊക്കെ ഒരുപാട് കറങ്ങി നടക്കണ്ടായിരുന്നു. അപ്പൊ രാവിലെ ഇന്ന് ഈ പ്രതി ചായക്കടയിൽ പോയി ചായ കുടിച്ചു വരുന്ന സമയത്താണ് അവിടെ ഈ ഫോട്ടോ കാണിച്ചു. ഒരാൾ ബേബി എന്നുകൊണ്ട് ഒരാൾ അവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഗോപിയെ ഫോട്ടോ കാണിച്ചു, പ്രതിയുടെ ഫോട്ടോ കാണിച്ചു. അപ്പോഴാണ് ഈ പ്രതി അവിടെ നടന്നിങ്ങോട്ട് വരുന്നത്. അപ്പൊ ഗോപിയാണ് ദാ പോകുന്നു, ആളാ പോകുന്നതെന്ന് പറഞ്ഞു, അപ്പനാ പോകുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എല്ലാവരും എത്തിപ്പെട്ടത്. അപ്പൊ പോലീസുകാർ മഫ്തിയിൽ ഒരു 4-5 പേരുണ്ടായിരുന്നു. അവര് നേരെ മുകളിൽ കയറി പ്രതിയെ പിടിച്ചിരുന്നു. പിന്നെ ഏതാണ്ട് 8-9 കൂടിയാണ് പുറത്തേക്ക് കൊണ്ടുവന്നത് അവരെ. കണ്ടിരുന്നു. ഈ പ്രതി എന്തെങ്കിലും കൊലപാതകം ശ്രമിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായില്ല. കാരണം അതിനുള്ള ആൾക്കാരും സെറ്റപ്പും പോലീസും ഒക്കെ ഉണ്ട്. ഇവര് കൂടെ ഉണ്ടായിരുന്നു. അവര് പോലീസ് കൊണ്ടുപോയി, അവരെ കസ്റ്റഡിയിൽ എടുത്തു. അവർ 3 പേരുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയെന്നാണ് നമ്മൾ മനസ്സിലാക്കണം. എല്ലാവരും പറഞ്ഞ അങ്ങനെ തന്നെ. ഇതിന് മുൻപ് ഇയാൾ ഇവിടെ വരുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം? ഇല്ല. യാതൊരു വിവരവും ഇല്ല. ഇവരിവിടെ എത്ര കാലമായിട്ട് ഈ താമസിക്കുന്നുണ്ട്? ഈ 3 പേര് ഇവര് കുറച്ചു കാലമായിട്ട് പണിയുണ്ട്. പണിക്ക് വന്നിട്ടുള്ള കോഴി ഫാമിലെ പണിക്കുള്ള ആൾക്കാരാണ്. ആരുടെ ഫാമിൽ? നിങ്ങളുടെ ആരുടെയും ബന്ധുക്കളുടെയും ഫാമിലാണ്? എന്റെ ജ്യേഷ്ഠന്റെ ബിൽഡിംഗ് ആണ്. അതിലാണ് അവര് താമസിച്ചിരുന്നത്. എത്ര കാലമായിട്ട് ഇവരോട് താമസിക്കുന്നുണ്ട്? ഏകദേശം ഇവര് ഏതാണ്ട് ഒരു 1-2 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാൾക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഈ 3 പേര് തന്നെയാണ് അവരിവിടെ താമസിക്കുന്നത്? ഈ 3 പേരല്ല, ഇടയ്ക്കിടയ്ക്ക് ആളുകൾ മാറാറുണ്ട്. മാറും. കാരണം ആളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടില്. അവരെന്തെങ്കിലും പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ കൊണ്ടുവരും, നമ്മൾ അടുത്ത ആൾക്ക് വേല ചെയ്യും. അങ്ങനെയാണ് പരിപാടി. പ്രശ്നങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഉണ്ടാവണത്. പറഞ്ഞതുപോലെ തന്നെയാണ് ഇന്ന് രാവിലെയാണ് ഈ പ്രതിയെ ഇവിടെ നിന്നും ഈ കോട്ടയത്തെത്തിയ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നത്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 3 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രതി, അതായത് പ്രതിയുടെ മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. അത് തന്നെയാണ് പ്രതിക്ക് വിനിയാവുകയും ചെയ്തിരിക്കുന്നത്. ഈ കൊലപാതകം നടത്തിയ ശേഷം ഇവിടേക്ക്, അതായത് ട്രെയിനിൽ വന്നു എന്നുള്ളതാണ്. അവരുടെ സുഹൃത്തുണ്ടായിരുന്നു, സുഹൃത്തിന്റെ വീട്ടിലേക്ക് ഇവിടെ എത്തി ഇവിടെ ഉള്ളിൽ കഴിയാനായിരുന്നു പദ്ധതി. പക്ഷേ രാവിലെ ഈ പ്രതി പുറത്തേക്ക് ഇറങ്ങി ചായ കുടിക്കാൻ പോകുന്നത് കണ്ടവരുണ്ട്. അങ്ങനെ എല്ലാം തന്നെ പ്രതിക്ക് വിനിയായി മാറി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകും.